എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 6-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ ഓഗസ്റ്റ് 8-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദവിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇന്ന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ളത്. ഓരോ പ്രഖ്യാപനങ്ങളും നോക്കുകയാണ് എങ്കിൽ ഇപ്പോഴുണ്ടായ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ, വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 1000 രൂപ, വീട്ടിൽ വെള്ളം കയറിയിട്ടുള്ള എല്ലാ ആളുകൾക്കും 10,000 രൂപ ലഭിക്കും. വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം. അതിൽ വലിയ വർധനവാണ് വരുത്തിയിട്ടുള്ളത്. പ്രളയത്തിൽ നഷ്ടപ്പെട്ട വീട് വെക്കാനുള്ള നഷ്ടപരിഹാര തുകയായിട്ട് 6 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട്. അത് 4 ലക്ഷമായിരുന്നു. 2 ലക്ഷം രൂപയുടെ വർധനവാണ് നടത്തിയിട്ടുള്ളത്. ക്യാമ്പിൽ കഴിയുന്ന ഓരോ ആളുകൾക്കും ക്യാമ്പിൽ കഴിയുന്ന ഒരു വീട്ടിലെ, അതായത് ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം ദിവസവും നൽകാൻ വേണ്ടിയിട്ടും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വാസയോഗ്യമല്ലാത്ത വീടുകളിൽ വീട് വാസയോഗ്യമാകുന്നത് വരെ, കയറി താമസിക്കാൻ കഴിയുന്നത് വരെ സർക്കാർ വാടക നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൃഷിനാശത്തിനും വലിയ വർധനവാണ് വരുത്തിയിട്ടുള്ളത്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാര തുകയുടെ 25% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടപരിഹാര തുകയിൽ 25% വർധനവാണ് വരുത്തിയിട്ടുള്ളത്. മുമ്പെങ്ങോ ഉണ്ടായിരുന്ന ഒരു നഷ്ടപരിഹാര തുകയാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് 25% വർധനവ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വരുത്തിയിട്ടുള്ളത്. വെള്ളം കയറി കടകൾ നശിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് 10,000 രൂപ നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ചെറുകിട വ്യവസായികൾക്ക് 12 ലക്ഷത്തിന്റെ സോഫ്റ്റ് ലോൺ സ്കീമും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാമുകളിലെയും പുഴകളിലെയും മണലും ചെളിയും നീക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ നദികളിൽ നിന്നൊന്നും ഇപ്പോൾ കൃത്യമായിട്ട് മണലെടുക്കാത്തത് കൊണ്ടാണ് വെള്ളം ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുന്നത് എന്ന ആക്ഷേപമുണ്ട്. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചളിയും മണലും കോരുന്നതിന് വേണ്ടിയിട്ടും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ദുരന്ത നിവാരണ, കാലാവസ്ഥാ നിരീക്ഷണ പഠന സംവിധാനം അത്യാധുനിക സംവിധാനത്തോടു കൂടി പരിഷ്കരിക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇത് 2 ദിവസം മുമ്പ് ഈ സഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. കൃഷിക്കാർക്കുള്ള സഹായം ഒഴികെയുള്ള ബാക്കിയുള്ള സഹായങ്ങളൊക്കെ 2 ദിവസം മുമ്പ് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന് തീരുമാനം ആയിട്ടുള്ളത്. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഉൾപ്പെടെ 3 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വനിതാ വികസന കോർപ്പറേഷൻ 2026 സ്ത്രീകൾക്ക് കൈത്താങ്ങ് വായ്പാ പദ്ധതിക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. 18 മുതൽ 55 വയസ്സുവരെയുള്ളവർക്ക് 5 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ലക്ഷങ്ങൾ ലോൺ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 16 മുതൽ KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് കണക്ഷൻ ലഭിക്കില്ല എന്ന റിപ്പോർട്ട്. മതിയായ സാവകാശം നൽകാതെയും പ്രായമായവർക്കും സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്കും ബദൽ മാർഗങ്ങൾ കാര്യക്ഷമമല്ലാതെയും ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വിതരണം നിർത്താനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ആഗസ്റ്റ് 16 മുതൽ ഗാർഹിക സിലിണ്ടർ നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല. ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ഫോണിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകും. ആഗസ്റ്റ് 15-നകം KYC പൂർത്തിയാക്കാത്തവർക്ക് ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കില്ല. ഇന്ത്യൻ HP, ഭാരത് തുടങ്ങിയ എല്ലാ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2004 ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാൻ KYC പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ ഇത് നിർബന്ധമാക്കാത്തതിനാൽ ബഹുഭൂരിപക്ഷവും KYC ചെയ്തിരുന്നില്ല. ഗ്യാസ് വില കുത്തനെ കൂടിയതും സബ്സിഡി വെട്ടിക്കുറയ്ക്കാനുള്ള ജനദ്രോഹപരമായ നയങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ ഈ ഒരു നിബന്ധന കർശനമാക്കുന്നത്. PM ഉജ്ജ്വൽ യോജന അടക്കമുള്ള ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നവർ നിർബന്ധമായും
KYC നടപടി പൂർത്തീകരിക്കണം. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ അവലോകന യോഗം അവസാനിച്ചു. ഇത് പ്രകാരം നിരക്ക് 5.25 തുടരും. 6 അംഗ സമിതിയുടേതാണ് തീരുമാനം. നയപരമായ നിലപാടുകൾ ന്യൂട്രലായി തുടരാനും പണനയ സമിതി തീരുമാനിച്ചു. 2025 ഒക്ടോബറിൽ RBI റിപ്പോ നിരക്ക് 5.50 നിന്നും 25 ബേസിക് പോയിന്റ് കുറച്ച് 5.25% തുടർന്ന് 2025 ഡിസംബർ, 2026 ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ എന്നീ നയ അവലോകന യോഗത്തിലും സെൻട്രൽ ബാങ്ക് നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നില്ല. റിപ്പോ നിരക്കിൽ മാറ്റം ഇല്ലാത്തതിനാൽ റിപ്പോ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലോട്ടിംഗ് റേറ്റ്, ഭവന വായ്പ, വ്യക്തിഗത വായ്പ എടുത്തിട്ടുള്ളവരുടെ EMI-കളിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. PM കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. 2030 വരെ PM കിസാൻ സമ്മാൻ നിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രം തീരുമാനിക്കുകയും ഇതിന് ആവശ്യമായിട്ടുള്ള തുക കൂടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. 2019 ആരംഭിച്ചിട്ടുള്ള പദ്ധതി പ്രകാരം രാജ്യത്തെ 9 കോടിയോളം കർഷകർക്ക് ഓരോ 4 മാസം കൂടുമ്പോഴും 2000 രൂപ വീതം വർഷം 6000 രൂപയുടെ ധനസഹായമാണ് ഇതിലൂടെ ലഭ്യമാക്കുന്നത്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സഹായം എന്നുള്ള നിലക്കാണ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. 5 സെന്റെങ്കിലും ഭൂമിയുള്ളവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരളത്തിൽ 35 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന്റെ സഹായം ലഭിച്ചിരുന്നത്. മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ട് തന്നെ PM കിസാൻ സമ്മാൻ നിധി 23 ഗഡുക്കൾ വിതരണം ചെയ്തു. ഇനി 24ാമത്തെ ഗഡുവിന്റെ വിതരണത്തിനാണ് കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ് ഇനി ലഭിക്കേണ്ടത്. അതിപ്പോൾ ഈ 2 മാസങ്ങളിൽ ലഭിക്കില്ല. ഒക്ടോബർ, നവംബർ ഈ 2 മാസങ്ങളിലായിട്ടായിരിക്കും ആ ഒരു തുക ലഭിക്കുക. അപ്പൊ അതിനു മുമ്പ് KYC ചെയ്യാൻ ഉള്ളവർ KYC ചെയ്യുക, ലാൻഡ് സീഡിംഗ് നടത്താനുള്ളവർ അത് ചെയ്യുക. എന്താണോ ചെയ്യാൻ നമ്മുടെ സൈറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ പദ്ധതിയിലേക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. 5 സെന്റ് ഭൂമിയെങ്കിലും 2019 മുതൽ നമുക്കുണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 2019 നികുതി രസീറ്റും നിലവിലെ നികുതി രസീറ്റും അപേക്ഷയോടൊപ്പം വെക്കണം. റേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ, ഒരു ബാങ്ക് അക്കൗണ്ട് എന്നിവയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം രേഖകൾ ഉണ്ട് എങ്കിൽ ഏത് CSC കേന്ദ്രങ്ങളിൽ, കോമൺ സർവീസ് സെന്ററുകളിൽ നിന്നും ഇതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അക്ഷയയിൽ തന്നെ പോകണം എന്ന് നിർബന്ധം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉടനെ, അതായത് തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ഈ ഒരു തുക ലഭിക്കും എന്ന് ആരും കരുതരുത്. ചില ആളുകൾക്ക് 1 വർഷത്തേക്ക് താമസമുണ്ട്. ആ ഒരു തുക പിന്നീട് ലഭിക്കും. ഇപ്പോഴും ഈ PM കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില അക്കൗണ്ടുകൾ സംശയാസ്പദമായിട്ട് താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. അതായത് പല ആളുകൾക്കും PM കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിരുന്നു. അതിന് കാരണം ഇരട്ട അക്കൗണ്ട് സംശയത്തിന്റെ പേരിലാണ്. ഒരു റേഷൻ കാർഡിലെ ഒന്നിലധികം ആളുകൾ 2 വ്യത്യസ്ത സ്ഥലത്തിന്റെ പേരിൽ PM കിസാൻ സമ്മാൻ നിധി തുക ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടോ എന്ന് PM കിസാൻ അധികൃതർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ഈ ഒരു വകുപ്പിന് തോന്നുകയാണ് എങ്കിൽ താൽക്കാലികമായി അത് റദ്ദ് ചെയ്യും. അപ്പോൾ അത് ഇല്ലാന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പിന്നീട് അത് പുനഃസ്ഥാപിക്കുകയുള്ളൂ. അങ്ങനെ കഴിഞ്ഞ തവണയ്ക്ക് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇത് പിന്നീട് അത് പുനഃസ്ഥാപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഈ KYCയും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടും മുടങ്ങിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടും PM കിസാൻ സമ്മാൻ നിധി ലഭിക്കാത്ത ആളുകൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും 5 വർഷം കൂടി PM കിസാൻ സമ്മാൻ നിധി ഒരു മുടക്കവും കൂടാതെ ലഭിക്കും എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ PM കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്ന കർഷകർക്കും അല്ലാത്ത കർഷകർക്കും SMAM പദ്ധതി പ്രകാരം പകുതി വിലക്ക് അല്ലെങ്കിൽ 80% വരെ സബ്സിഡിയിൽ കാർഷിക യന്ത്രങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ട്. ഇതിന് അർഹതയുള്ളവർ, ഇതിന് വേണ്ടവർ, കൃഷി യന്ത്രങ്ങൾ വേണ്ടവർ അപേക്ഷ നൽകുക. തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ ട്രാക്ടർ വരെ ഇതിലൂടെ സബ്സിഡിയോട് കൂടിയിട്ട് വാങ്ങാൻ കഴിയും. വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. ഫസൽ ബീമ യോജന പദ്ധതി പ്രകാരം കൃഷി നഷ്ടപരിഹാര ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനുള്ള അപേക്ഷയും ഇപ്പോൾ നൽകാവുന്നതാണ്. കൃത്യമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ.